നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മല്ലു ഹെൽപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. പക്ഷേ ആ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഈ മൊബൈൽ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ പി സിയിലേക്ക് എടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൊബൈൽ സ്ക്രീന് പി സിയിലെ റെക്കോർഡിംഗ് ഓൺ ചെയ്തുകൊണ്ട് തന്നെ മൊബൈൽ സ്ക്രീന് പി സിയിലേക്ക് കാസ്റ്റ് ചെയ്ത് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോയ്ക്ക് കിടക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം വിൻഡോസ് 10 11 ആണെന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ സെറ്റിംഗ്സ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സെറ്റിംഗ്സ് ലോഡ് ആയതിനു ശേഷം ഇവിടെ നിങ്ങൾ ഫൈൻഡ് എ സെറ്റിംഗ്, ആ ഫൈൻഡ് എ സെറ്റിംഗ് എന്നുള്ള ഓപ്ഷനിൽ ഓപ്ഷണൽ എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ ഓപ്ഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും മുകളിലായിട്ട് ആഡ് ആൻ ഓപ്ഷണൽ ഫീച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിൽ ഈ സൈഡിൽ വ്യൂ ഫീച്ചേഴ്സ്, ഇത് വിൻഡോസ് 11 കാണിക്കുന്നത്, അല്ലാതെ വിൻഡോസ് 10 ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ടാവും, അത്രേ ഉള്ളൂ. സോ വ്യൂ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ കാണിക്കും. ഇവിടെ നിങ്ങൾ നമ്മുടെ ആ ഫീച്ചർ സെർച്ച് ചെയ്യണം. ഫീച്ചർ സെർച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വയർലെസ് ഡിസ്പ്ലേ എന്ന് സെർച്ച് ചെയ്യുക. വയർലെസ് ഡിസ്പ്ലേ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരും. ഇവിടെ സെർച്ച് ചെയ്യുന്ന ആ ഓപ്ഷനിൽ ഇവിടെ ചെക്ക് ബോക്സ് ഉണ്ടാവും, ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, അത് ആഡ് ആവട്ടെ. ഓക്കെ, അത് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, പക്ഷേ അപ്പോൾ ആഡ് ആയതിനു ശേഷം ഇവിടെ താഴെ നമുക്ക് ആഡ് ആയ ഫീച്ചേഴ്സിലൂടെ താഴെ നിങ്ങൾക്ക് കാണാം വയർലെസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അതിനുശേഷം നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുക, വയർലെസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ വയർലെസ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണിക്കും. ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ സിസ്റ്റം തന്നെ കാണിക്കും. അതായത് സിസ്റ്റത്തിന്റെ പേരാണ്, എൻ്റെ മോളുടെ പേരാണ്. ഈസ് റെഡി ഫോർ യു ടു കണക്ട് വയർലെസ്ലി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇതിനുശേഷം ബാക്കി മൊബൈലിൽ നിന്നാണ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്യാം, എന്നിട്ട് വീണ്ടും മൊബൈലിൽ ഓരോടെ കാണിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇത് കണക്റ്റായി, നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. സോ നിങ്ങൾ സെറ്റിംഗ്സിൽ പോകാം. നിങ്ങളുടെ മൊബൈലിൽ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം സെറ്റിംഗ്സിൽ നമ്മളുടെ കണക്ഷൻ ആൻഡ് ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടുപിടിക്കുക. അതിൽ സ്ക്രീൻ കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ സ്ക്രീൻ കാസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രീൻ കാസ്റ്റ് ഇൻ യൂസ് എന്ന് പറഞ്ഞത് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ഒന്നും കണക്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നില്ലേ നിങ്ങൾക്ക്? അതായത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് സ്ക്രീൻ കാസ്റ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണോ ആ പേര് കാണിക്കും. അതിൽ കണക്ട് ചെയ്താൽ മതി. ഇതുപോലെ കണക്ട് ആവും. അതിനുശേഷം ഇനി നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡിംഗ് പി സിയിൽ തന്നെ സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഡിസ്പ്ലേ പ്രോപ്പർ ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ ഫിറ്റ് ആയിട്ട് റെക്കോർഡ് ആവും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ മൊബൈൽ സ്ക്രീന് കമ്പ്യൂട്ടറിലേക്ക് കാസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊരു ഓപ്ഷനാണ്. പല ഓപ്ഷൻസിന് ഇതൊരു ഓപ്ഷൻ മാത്രമാണ്. സോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അതാണ് നിങ്ങൾക്കും പരിചയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റ് ചെറിയ ട്രിപ്സും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.